പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ആഴ്ചകളൊക്കെ ഇത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലേ? ഒരു പുതിയ ഒരു ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുട്ടികളുടെ പഠനമൊക്കെ പതുക്കെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സുകാരൊക്കെ പറഞ്ഞു നോമ്പൊക്കെ ഞങ്ങൾ എടുക്കേണ്ട വെച്ചാൽ, കാരണം ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്തല്ല, ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥനകളൊക്കെ വന്നാലാണ് കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്നുള്ള തിരിച്ചറിവൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്ക 7:47. അവിടെ ഈശോ പറയുകയാണ്, അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാദത്തിൽ വന്ന് ആ ഫരിസായൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് അവൾ കണ്ണീര് കൊണ്ട് പാദങ്ങൾ കഴുകുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഇത് കണ്ട് ശിമയോൻ, ഒരു ഫരിസായനാണ്, ഫരിസായൻ പറയുന്നത് ഇവനൊരു പാപിയാണല്ലോ, ഇവളൊരു പാപിയാണ്, ഇവിടെ ഏത് തരക്കാരിയാണെന്ന് അറിയില്ലേ, എന്തുകൊണ്ടത് സമ്മതിക്കുന്നത് എന്നൊക്കെ ഭയങ്കരമായ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈശോ പറയാണ്, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതിന് കാരണം പറയുന്നത് എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എത്ര വലിയ പാപാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ, അത് സ്വർഗം നമുക്ക് നൽകുന്നതാണ്. നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള സഹോദരങ്ങളെ, ഈശോയോടുള്ള സ്നേഹം ചിലപ്പോൾ ഒക്കെ ഞാൻ അട്ടപ്പടിയിലായിരുന്ന സമയത്താണെങ്കിലും സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രത്തിലായിരുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ ഇടവുകളിലാണെങ്കിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചില മനുഷ്യർക്ക് ചില സമയത്ത് കർത്താവ് ആ സ്നേഹങ്ങൾ കാണിച്ചു കൊടുക്കും. ആ സ്നേഹം സ്വീകരിക്കാനുള്ളൊരു കൃപ അവർക്ക് ലഭിക്കും. അപ്പോൾ ഒരു കണ്ണീരോടുകൂടി അച്ഛൻ തെറ്റ് പറ്റിപ്പോയി, അച്ഛാ ഈശോയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അവരുടെ പാപങ്ങളെല്ലാം ശരിക്കും നല്ല കുമ്പസാരത്തിലൂടെയൊക്കെ കഴുകി കളയുന്ന അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, എന്നതാണ് ആരാണോ അധികം സ്നേഹിക്കുന്നവൻ അവനോട് അധികം ക്ഷമിക്കും. ആരാണോ കുറച്ച് സ്നേഹിക്കുന്നത്, എനിക്ക് ഈശോയോട് അധികം സ്നേഹിക്കാൻ പറ്റൂ, ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളും ഈശോ ക്ഷമിക്കുമാറ് ഒരു കൃപ നമ്മിലേക്ക് ഒഴുകും. ഈശോയെ വ്യക്തിപരമായിട്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു ആഗ്രഹമെങ്കിലും നമുക്കുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. നമുക്കങ്ങനെ ഒരു യേശു അനുഭവം അല്ലെങ്കിൽ ഈശോയെ ഒരു വ്യക്തിയായിട്ട് കണ്ട് സ്നേഹിക്കാനൊന്നും പറ്റാത്ത വിധത്തിൽ ഒരു ആത്മീയ മരവിപ്പിൻ്റെ അവസ്ഥയിലൂടെ ഒരു ആത്മീയമായിട്ട് മരവിച്ചു പോയ മനുഷ്യനാണെങ്കിൽ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച ദൈവമേ എന്നെയും ഉയർപ്പിക്കണമെന്ന് പണ്ടൊരു പാട്ടാണ്, ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. എന്നെയും ഉയർപ്പിക്കണേ കർത്താവേ, ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ്, ഞാൻ മരിച്ചവന് തുല്യനാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് സ്പർശിക്കണമേ, എനിക്കൊരു വിടുതൽ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.